അറസ്റ്റും രാജിയും ഉടനില്ല. യുവനടിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മുകേഷ് MLAക്ക് താൽക്കാലിക ആശ്വാസം. മുകേഷിന്റെ അറസ്റ്റ് 5 ദിവസത്തേക്ക് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. MLAയുടെ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജനപ്രതിനിധി എന്ന പരിഗണന നൽകിയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. പരാതിക്കാരിക്ക് ദുരുദ്ദേശമെന്ന വാദമാണ് MLA കോടതിയിൽ ഉയർത്തിയത്. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മുകേഷിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതോടെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു. CPI നേതാക്കൾ ഉൾപ്പെടെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദമുയർത്തി. രാജി വേണ്ട എന്നായിരുന്നു പിന്നാലെ ചേർന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റിലെ ധാരണ. രാഷ്ട്രീയ സമ്മർദ്ദമേറുന്നതിനിടെ എറണാകുളം സെഷൻസ് കോടതിയെ മുകേഷ് സമീപിക്കുകയായിരുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഹർജിയിൽ മുകേഷ്. ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയെന്നും കോടതിയെ മുകേഷ് അറിയിച്ചു. ജനപ്രതിനിധിയാണെന്ന പരിഗണന നൽകി കോടതി അറസ്റ്റ് അടുത്ത മാസം 3 വരെ തടയുകയായിരുന്നു. എന്റെ കക്ഷി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം അതിന് ഉപോദ്ബലകമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസ് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളൊക്കെ കോടതി ഇനിയും പരിശോധിച്ച് വിലയിരുത്തി തീരുമാനത്തിലെത്തേണ്ടതാണ്. പ്രതിരോധത്തിലായിരുന്ന CPIMനും കോടതി വിധി ആശ്വാസമായി. മുകേഷ് രാജിവെക്കേണ്ടെന്ന ധാരണ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ CPIM ഉറപ്പിക്കും. എന്നാൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പ്രത്യേക അന്വേഷണ സംഘമെടുത്ത കേസിൽ എത്ര നാൾ ഈ ആശ്വാസം തുടരുമെന്നത് വലിയ ചോദ്യം. 24 തിരുവനന്തപുരം.